സ്റ്റേഷൻ SHO ശ്രീ ബിജു പ്രകാശ് കൺവീനറുമായ അഡ്വൈസറി കമ്മിറ്റിയുടെ നിയന്ത്രണത്തിൽ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ ശ്രീ സുധീഷ് കുമാർ VB, ശ്രീമതി നിഷ മൈക്കൽ, ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ മിഥുൻ ലാൽ MK, ശ്രീമതി പ്രജിഷ V എന്നിവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 2 വർഷത്തെ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകൾ മമ്പറം ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്റർ ശ്രീ ശിവദാസൻ CC ചെയർമാനും പിണറായി പോലീസ് സ്റ്റേഷൻ SHO ശ്രീ അജീഷ് കുമാർ N കൺവീനറുമായ അഡ്വൈസറി കമ്മിറ്റിയുടെയും നിയന്ത്രണത്തിൽ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ ശ്രീ അശ്വിൻ K, ശ്രീമതി ഡെയ്സി K എന്നിവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 2 വർഷത്തെ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകൾ തലശ്ശേരി സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ബിന്ദു PA ചെയർപേഴ്സണും തലശ്ശേരി പോലീസ് സ്റ്റേഷൻ SHO ശ്രീ ബിജു പ്രകാശ് കൺവീനറുമായ അഡ്വൈസറി കമ്മിറ്റിയുടെ നിയന്ത്രണത്തിൽ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ ശ്രീമതി മെറീറ്റ ഫിലിപ്പ്, ശ്രീമതി ഹർഷ G, ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ ശ്രീ ജോബി, ശ്രീമതി ഷിജില എന്നിവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 2 വർഷത്തെ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകൾ മമ്പറം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ രാജേഷ് CP ചെയർമാനും പിണറായി പോലീസ് സ്റ്റേഷൻ SHO ശ്രീ അജീഷ് കുമാർ N കൺവീനറുമായ അഡ്വൈസറി കമ്മിറ്റിയുടെ നിയന്ത്രണത്തിൽ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ ശ്രീ പ്രതീഷ് BC, ശ്രീമതി സരിത P എന്നിവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 2 വർഷത്തെ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വടക്കുംപാട് പ്രിൻസിപ്പൽ ശ്രീ സജീവ് തോമസ് ചെയർമാനും ധർമ്മടം പോലീസ് സ്റ്റേഷൻ SHO ശ്രീ രജീഷ് തെരുവത്തുപീടികയിൽ കൺവീനറുമായ അഡ്വൈസറി കമ്മിറ്റിയുടെ നിയന്ത്രണത്തിൽ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ ശ്രീ മുഹമ്മദ് ഷമീർ, ശ്രീമതി റജുല RP, ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ ശ്രീ ഷിനു V, ശ്രീമതി സോന എന്നിവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 2 വർഷത്തെ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെയും സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് ാണ് ഇന്നിവിടെ നടക്കുന്നത്. പരേഡിന്റെ സെക്കൻഡ് ഇൻ കമാൻഡ് മമ്പറം ഹയർ സെക്കൻഡറി സ്കൂൾ സീനിയർ കേഡറ്റ് കുമാരി അനുഷ്മിക ഐക്കയാണ് പരേഡിനെ ഗ്രൗണ്ടിലേക്ക് ആനയിച്ചത്. ഇന്ന് ഈ പരേഡ് നയിക്കുന്നത് സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ SPC സീനിയർ കേഡറ്റ് മാസ്റ്റർ റിഷ്വി റോഷിത്താണ്. ഈ സമയം പരേഡിന്റെ പരിപൂർണ ചുമതല സെക്കൻഡ് ഇൻ കമാൻഡ് കുമാരി അനുഷ്മിക ഐക്കെ പരേഡ് കമാൻഡറെ ഏൽപ്പിക്കുന്നു. പരിപൂർണ ചുമതല സെക്കൻഡ് ഇൻ കമാൻഡ് കുമാരി അനുഷ്മിക ഐക്കെ പരേഡ് കമാൻഡറെ ഏൽപ്പിക്കുന്നു.
പരേഡിന്റെ പരിപൂർണ ചുമതല പരേഡ് കമാൻഡർ മാസ്റ്റർ റിഷ്വിൻ ഘോഷ് സെക്കൻഡ് ഇൻ കമാൻഡറിൽ നിന്നും ഏറ്റെടുത്തിരിക്കുന്നു. ഈ സമയം പിണറായി പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ശ്രീ അജീഷ് കുമാർ എന്നവർകൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ പതാക ഉയർത്തുന്നതും പരേഡിൽ അണിനിരന്ന കേഡറ്റുകൾ അഭിവാദ്യം അർപ്പിക്കുന്നതുമാണ്. പതാക ഉയർത്തുന്നതിനായി പിണറായി SHO ശ്രീ അജീഷ് കുമാർ എന്നവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. യുടെ നേതൃത്വത്തിൽ വിശിഷ്ട അതിഥികൾക്ക് അഭിവാദ്യം അർപ്പിക്കുന്ന ചടങ്ങ് ആരംഭിക്കുന്നു. ശ്രീ ജെൻസൺ CR അവർകളെ കേഡറ്റുകളുടെ അഭിവാദ്യം സ്വീകരിക്കുന്നതിനായി ഡൈസിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ അജീഷ് കുമാരൻ അവർകളെ പരേഡിന്റെ അഭിവാദ്യം സ്വീകരിക്കുന്നതിനായി ആദരപൂർവ്വം ഡൈസിലേക്ക് ക്ഷണിക്കുന്നു. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ സജീവ് തോമസ് അവർകൾ ഡൈസിലെത്തി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിക്കുന്നു. ഡൈസിലെത്തി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിക്കുന്നു. അടുത്തതായി ഈ പാസിംഗ് ഔട്ട് പരേഡിന്റെ അഭിവാദ്യം സ്വീകരിക്കുന്നത് മമ്പറം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപകൻ ശ്രീ ശിവദാസൻ CC അവർകളാണ്. സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ ഡൈസിലേക്ക് ക്ഷണിക്കുന്നു. പോലീസ് തലശ്ശേരി ശ്രീ കിരൺ PP IPS അവർക്ക് പാസിംഗ് ഔട്ട് പരേഡിന്റെ പ്രൗഢഗംഭീരമായ ഈ വേദിയിലേക്ക് സ്വാഗതം. ഈ പാസിംഗ് ഔട്ട് പരേഡിന്റെ അഭിവാദ്യം സ്വീകരിക്കുന്നതിനായി തലശ്ശേരി ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് ശ്രീ കിരൺ PP IPS അവരെ സ്നേഹപൂർവ്വം ഡൈസിലേക്ക് ക്ഷണിക്കുന്നു.
തോമസ് അവർക്ക് കോട്ടയം പാതിരിയാട് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സ്നേഹസ്വാഗതം. വിശാലമായ ഈ മൈതാനത്ത് അണിനിരന്നിരിക്കുന്ന 264 കേഡറ്റുകൾ നിറഞ്ഞ ആദരണീയനായ നമ്മുടെ വിശിഷ്ടാതിഥിയെ പരേഡ് കമാൻഡർ പരേഡ് പരിശോധിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ഇപ്പോൾ പരേഡ് പരിശോധിക്കുന്നു. പ്ലറ്റൂണുകളാണ് ഇന്നത്തെ പരേഡിൽ ഈ ഗ്രൗണ്ടിൽ അണിനിരന്നിരിക്കുന്നത്. ഈ പരേഡിന്റെ ഭാഗമായി ദേശീയ പതാക, SPC പതാക എന്നിവ വഹിക്കുന്നത് കോട്ടയം രാജാസ് ഹൈസ്കൂളിലെ SPC കേഡറ്റുകളായ കുമാരി ഗിരിനന്ദ പി, കുമാരി പാർവണ പി, കുമാരി ആരതി എം എന്നിവരാണ്. വർണ്ണശബളമായ ഈ പാസിംഗ് ഔട്ട് പരേഡ് നയിക്കുന്നത് തലശ്ശേരി സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സീനിയർ കേഡറ്റായ മാസ്റ്റർ റിഷ്വിൻ ജോഷിത്താണ്. ഈ പരേഡിന്റെ സെക്കൻഡ് ഇൻ കമാൻഡായി പ്രവർത്തിക്കുന്നത് മമ്പറം ഹയർ സെക്കൻഡറി സ്കൂൾ സീനിയർ കേഡറ്റ് കുമാരി അനുഷ്മിക ഐക്കയാണ്. ഭാരതത്തിന്റെ ദേശീയ പതാകയെ പരേഡ് ഗ്രൗണ്ടിലേക്ക് ആനയിക്കുന്ന ചടങ്ങിലേക്ക് ഏവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നു. 2 SPC പതാകകളുടെ അകമ്പടിയോടെ ഭാരതത്തിന്റെ ദേശീയ പതാക ഗ്രൗണ്ടിലേക്ക് ആനയിക്കുന്നു. മൈതാന മധ്യത്തിലേക്ക് ആനയിക്കപ്പെട്ട ഭാരതത്തിന്റെ ദേശീയ പതാകയ്ക്ക് പരേഡ് അഭിവാദ്യം അർപ്പിക്കുന്നു. ദേശീയ ഗാനം ആലപിക്കുമ്പോൾ യൂണിഫോമിലുള്ളവർ സല്യൂട്ട് ചെയ്യേണ്ടതും മറ്റുള്ളവർ ആദരപൂർവ്വം എഴുന്നേറ്റ് നിൽക്കേണ്ടതുമാണ്.
Salute! Salute! ഓരോ ഭാരതീയന്റെയും ആത്മാഭിമാനത്തിന്റെ പ്രതീകമായ ദേശീയ പതാകയെ സാക്ഷി നിർത്തി കേഡറ്റുകൾ ഉത്തമ പൗരന്മാരായി ജീവിക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഈ സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട SPC കണ്ണൂർ സിറ്റി ജില്ലാ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ ശ്രീ K. രാജേഷ് അവർകളാണ്. പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കുന്നതിനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഉത്തരവാദിത്ത ബോധവും സാമൂഹിക പ്രതിബദ്ധതയും സഹജീവി സ്നേഹവും പ്രകൃതി സ്നേഹവുമുള്ള ഉത്തമ പൗരനായി ജീവിക്കുമെന്നും പ്രഖ്യാപിത നിയമവ്യവസ്ഥയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ അക്രമത്തിനും അനീതിക്കുമെതിരെ പോരാടുമെന്നും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും മതേതരത്വത്തിനും വേണ്ടി പ്രയത്നിക്കുമെന്നും എന്നിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ പൂർണ്ണമായി വിനിയോഗിക്കുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കുമെന്നും രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ സ്വമേധയാ അനുസരിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പിൻവാങ്ങുന്നു. ആകർഷണീയവും വർണ്ണശബളവുമായ മാർച്ച് പാസ്റ്റാണ് അടുത്തതായി നടക്കുന്നത്. SPCയുടെ 10 തത്വങ്ങളെ സ്വായത്തമാക്കിക്കൊണ്ട് പതരാത്ത മനസ്സുമായി ഉറച്ച കാൽവെപ്പുകളോടെ ഒരുമയോടെ ഒരേ തൂവൽ പക്ഷികളായി കേഡറ്റുകൾ മൈതാനത്തെ വലം വെച്ച് വിശിഷ്ട വ്യക്തിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് കടന്നുപോകുന്ന കാഴ്ചകളിലാണിത്. പരേഡ് കടന്നു പോകുമ്പോൾ എല്ലാവരും കേഡറ്റുകളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. 6 SPC യൂണിറ്റുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് 11 പ്ലറ്റൂണുകളാണ് ഇന്നത്തെ പരേഡിൽ ഈ ഗ്രൗണ്ടിൽ അണിനിരന്നിരിക്കുന്നത്. വർണ്ണശബളമായ ഈ പാസിംഗ് ഔട്ട് പരേഡ് നയിക്കുന്നത് സീനിയർ കേഡറ്റ് മാസ്റ്റർ റിഷ്വിൻ റോഷിത് ആണ്. ഈ പരേഡിന്റെ സെക്കൻഡ് ഇൻ കമാൻഡായി പ്രവർത്തിക്കുന്നത് സീനിയർ കേഡറ്റ് കുമാരി അനുഷ്മിക IK ആണ്.
ഇപ്പോൾ ആദരണീയനായ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് മാർച്ച് ചെയ്യുന്നു. കോട്ടയം രാജാസ് ഹൈസ്കൂൾ പാതിരാടിലെ സീനിയർ കേഡറ്റായ കുമാരി അഥർവ മനോജ് നയിക്കുന്ന 1-ാം നമ്പർ പ്ലറ്റൂണാണ് വിശിഷ്ടാതിഥിക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ട് ഡൈസിന് മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കോട്ടയം രാജാസ് ഹൈസ്കൂൾ പാതിരാടിലെ സീനിയർ കേഡറ്റായ മാസ്റ്റർ പാർത്ഥിവ് സി നയിക്കുന്ന 2-ാം നമ്പർ പ്ലറ്റൂണാണ് വിശിഷ്ടാതിഥിക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ട് ഡൈസിന് മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കുമാരി ശ്രീദേവ എസ് നമ്പ്യാർ നയിക്കുന്ന തലശ്ശേരി സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 3-ാം നമ്പർ പ്ലറ്റൂണാണ് വിശിഷ്ടാതിഥിക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ട് ഡൈസിന് മുമ്പിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തലശ്ശേരി സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ സീനിയർ കേഡറ്റായ കുമാരി റിപ്പി സി നയിക്കുന്ന 4-ാം നമ്പർ പ്ലറ്റൂണാണ് വിശിഷ്ടാതിഥിക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ട് ഡൈസിന് മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തലശ്ശേരി സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സീനിയർ കേഡറ്റായ കുമാരി സായ സുകേഷ് എം കെ നയിക്കുന്ന 5-ാം നമ്പർ പ്ലറ്റൂണാണ് വിശിഷ്ടാതിഥിക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഡൈസിന് മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തലശ്ശേരി സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സീനിയർ കേഡറ്റായ കുമാരി ദക്ഷ പ്രമീഷ് നയിക്കുന്ന 6-ാം നമ്പർ പ്ലറ്റൂണാണ് വിശിഷ്ടാതിഥിക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ട് ഡൈസിന് മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മാസ്റ്റർ ധ്യാൻ കൃഷ്ണ വി എം നയിക്കുന്ന മമ്പറം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 7-ാം നമ്പർ പ്ലറ്റൂണാണ് വിശിഷ്ടാതിഥിക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ട് ഡൈസിന് മുന്നിലൂടെ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മമ്പറം ഹയർ സെക്കൻഡറി സ്കൂൾ സീനിയർ കേഡറ്റായ കുമാരി ശിവജ വി നയിക്കുന്ന 8-ാം നമ്പർ പ്ലറ്റൂണാണ് വിശിഷ്ടാതിഥിക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ട് ഡൈസിന് മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പരേഡിന് അകമ്പടി താളം നൽകിക്കൊണ്ടിരിക്കുന്ന കുമാരി ദേവസൂര്യ പി കെ നയിക്കുന്ന പാതിരിയാട് കോട്ടയം രാജാസ് ഹൈസ്കൂളിലെ ബാൻഡ് ടീമാണ് വിശിഷ്ടാതിഥിക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ട് ഡൈസിന് മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മാസ്റ്റർ ആര്യൻ ദർശ് നയിക്കുന്ന മമ്പറം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 9-ാം നമ്പർ പ്ലറ്റൂണാണ് വിശിഷ്ടാതിഥിക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ട് ഡൈസിന് മുന്നിലൂടെ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വടക്കുംപാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ കേഡറ്റായ മാസ്റ്റർ ആഷിനാഥ് സി പി നയിക്കുന്ന 10-ാം നമ്പർ പ്ലറ്റൂണാണ് വിശിഷ്ടാതിഥിക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ട് ഡൈസിന് മുന്നിലൂടെ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വടക്കുംപാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ കേഡറ്റായ കുമാരി ദേവിക രാജീവൻ നയിക്കുന്ന 11-ാം നമ്പർ പ്ലറ്റൂണാണ് വിശിഷ്ടാതിഥിക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ട് ഡൈസിന് മുന്നിലൂടെ അവസാനമായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ചലനങ്ങൾ സംഗീതമാകുന്നു, മനസ്സുകൾ പ്രസന്നമാകുന്നു. ഇവർ ഈ നാടിന്റെ അഭിമാനം. നമ്മൾ തളരുമ്പോൾ കൈത്താങ്ങാകാൻ, ജനതയുടെ മനസ്സിനൊപ്പം നിൽക്കാൻ പൗരബോധവും രാഷ്ട്രബോധവും ഉൾക്കൊണ്ട് ആത്മവിശ്വാസത്തോടെ ഉറച്ച കാൽവെപ്പുകളോടെ കേഡറ്റുകൾ നടന്നെടുക്കുന്നു ജനഹൃദയങ്ങളിലേക്ക്. മമ്പറം ഹയർ സെക്കൻഡറി സ്കൂൾ, വടക്കുംപാട് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിങ്ങനെ 6 SPC യൂണിറ്റാണ് ഈ പരേഡിനെ ബലം വെച്ച് കടന്നുപോയത്. നാടിന്റെ അഭിമാന താരങ്ങൾ സത്യസന്ധതയുടെ സാഹോദര്യത്തിന്റെ പ്രതീകങ്ങളായി പരിശീലനത്തിന്റെ കഠിനമായ വഴികളിലൂടെ ഇവർ സ്വായത്തമാക്കിയ കരുത്തും ആത്മവിശ്വാസവും വെല്ലുവിളികളുടെ ഈ കാലഘട്ടത്തിൽ മുതൽക്കൂട്ടാകുമെന്ന പ്രതീക്ഷയോടെ ഈ മൈതാനത്ത് അണിനിരന്നിരിക്കുന്ന 264 കേഡറ്റുകൾ ഒരു മനസ്സായി ഒരേ ചുവടുവെപ്പുകളോടെ നിൽക്കുന്നു. ഈ പരേഡിന്റെ മറ്റൊരു
ആകർഷണമായ റിവ്യൂ ഓർഡർ മാർച്ച് ചെയ്ത് നിറഞ്ഞ മനസ്സോടെ വിശിഷ്ടാതിഥി ശ്രീ നിതിൻ രാജ് IPS ബഹുമാനപ്പെട്ട കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അവർക്ക് ജനറൽ സല്യൂട്ട് അഭിവാദ്യം അർപ്പിക്കുന്നു. By the tender! Good! March! Fire! General salute! Salute! ബഹുമാനനായ വിശിഷ്ടാതിഥി കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീ നിതിൻ രാജ് P, ഇന്ത്യൻ പോലീസ് സർവീസ് അവരുടെ സ്നേഹാദരം ക്ഷണിച്ചുകൊള്ളുന്നു. തീർച്ചയായും ഇന്നത്തെ ഈ ഒരു പാസിംഗ് ഔട്ട് പരേഡ് അത് ഏറെ മികവുറ്റതാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും വളരെ കഠിനമായിട്ടുള്ള പരിശ്രമങ്ങളിലൂടെ പരിശീലനങ്ങളിലൂടെയൊക്കെ നിങ്ങൾ കടന്നുപോയിട്ടുണ്ട്. അതിന് നിങ്ങളെ പ്രാപ്തരാക്കിയ നിങ്ങളുടെ ട്രെയിനേഴ്സ്, SPCയുടെ കോർഡിനേറ്റേഴ്സ്, രക്ഷിതാക്കൾ, അധ്യാപകർ, അങ്ങനെ മുഴുവൻ പേരെയും വളരെ മനോഹരമായിട്ടുള്ള ഈ ഒരു പരേഡ് നടത്തിയെടുത്തതിന് വേണ്ടി പ്രത്യേകമായി അഭിനന്ദിക്കുകയും ചെയ്തു. SPCയിലൂടെ അതിൻ്റെ വിവിധങ്ങളായിട്ടുള്ള പ്രോഗ്രാമുകളിലൂടെ ഒക്കെ കടന്നു പോകാനുള്ള വലിയൊരു ഭാഗ്യം നിങ്ങൾക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഒരു SPC കേഡറ്റ് എന്ന രീതിയിൽ നിങ്ങൾ ഇന്ന് പാസിംഗ് ഔട്ട് ആവുന്ന സമയത്ത് നിങ്ങൾ ആർജിച്ചെടുത്ത വിവിധങ്ങളായിട്ടുള്ള ക്ലാസ്സുകളിലൂടെയുള്ള അനുഭവങ്ങളും നിങ്ങൾ നേടിയെടുത്ത അത്തരം അറിവുകൾ നിങ്ങൾക്ക് ഒരുപാട് പരിശീലനങ്ങൾ ലഭിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും നമ്മളോട് തന്നെ ചോദിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഇനി എനിക്ക് എൻ്റെ സമൂഹത്തിന് വേണ്ടി, എൻ്റെ ചുറ്റുപാടിന് വേണ്ടി, എൻ്റെ കൂടെയുള്ളവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ വേണ്ടി കഴിയണം, എനിക്ക് എൻ്റെ നാടിന് വേണ്ടി, എൻ്റെ സമൂഹത്തിന് വേണ്ടി എന്ത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയണമെന്ന് പറയുന്ന മനോഹരമായിട്ടുള്ളൊരു ചോദ്യമായിരിക്കണം സ്വാഭാവികമായിട്ടും നമ്മുടെയൊക്കെ ഉള്ളിലേക്ക് ഈ ഒരു സാഹചര്യത്തിൽ കടന്നു വരേണ്ടത്. ലഹരി പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങളെപ്പറ്റി, പ്രതിസന്ധികളെപ്പറ്റി, അത് സൃഷ്ടിക്കുന്ന സാമൂഹ്യ പ്രത്യാഘാതങ്ങളെ പറ്റിയിട്ടൊക്കെ വളരെ സജീവമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് എൻ്റെ ലഹരി എന്ന് പറയുന്നത് നല്ല സൗഹൃദങ്ങളാണ് എന്നും അത് നല്ല വായനകളിലൂടെയാണ് എന്നും നല്ല യാത്രകളാണ് എന്നും ഒക്കെ നമുക്ക് നമ്മുടെ ലഹരി ജീവിതമാണ് എന്നും നമുക്ക് പറയാൻ വേണ്ടി കഴിയേണ്ടുന്നത്. ആ രീതിയിൽ വലിയ സാമൂഹിക ഉത്തരവാദിത്തമുള്ള പൗരന്മാരായി നമ്മളെ വാർത്തെടുക്കുന്നതിന് വേണ്ടി സ്വാഭാവികമായിട്ടും നിങ്ങൾ കടന്നുപോയ ഈ ഒരു പരിശീലനം നിങ്ങളെ പ്രേരിപ്പിക്കേണ്ടതുണ്ട്. മറ്റൊരു ചോദ്യം, നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കോമ്പറ്റീറ്റർ ആരാണ് എന്നുള്ളതാണ്. നമ്മൾ ആരോടാണ് മത്സരിക്കേണ്ടത്? അത് നിങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്ന നിങ്ങളുടെ ഫയലിൻ്റെ മുമ്പിലോ പുറകിലോ എതിർവശങ്ങളിലോ ഉള്ള ആൾക്കാരല്ല നമ്മളുടെ പ്രധാനപ്പെട്ടിട്ടുള്ള എതിരാളികൾ. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട എതിരാളി എന്ന് പറയുന്നത് അത് നമ്മളിൽ തന്നെയുള്ള നമ്മളാണ്. ഇന്നത്തെ നമ്മളോടാണ് അത് എത്രമാത്രം മികവുറ്റതാക്കി നാളേക്ക് നമുക്ക് മാറ്റാൻ വേണ്ടി കഴിയുന്നുണ്ട് എന്നുള്ള ചോദ്യത്തിന് നമ്മൾ ഉത്തരം കണ്ടെത്തുമ്പോഴാണ് മികച്ച വ്യക്തികളായി, അത് ഓരോ സ്കില്ലാണെങ്കിൽ അത് അപ്ഡേഷൻ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെയും നമുക്ക് മാറാൻ വേണ്ടി കഴിയാം. തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിൽ ഇന്ന് ഞാൻ നിൽക്കുന്നിടത്ത് നിന്ന് നാളെ അല്ലെങ്കിൽ ഈ വർഷാവസാനം എവിടേക്ക് എനിക്ക് എന്നെ അടയാളപ്പെടുത്താൻ വേണ്ടി കഴിയുമെന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു ചോദ്യം കൂടി നമ്മൾക്ക് ഈ ഒരു അവസരത്തിൽ ചോദിക്കാൻ വേണ്ടി കഴിയേണ്ടതുണ്ട്. അതോടൊപ്പം ചേർത്ത് പിടിക്കുക എന്ന് പറയുന്ന വാക്ക് വളരെയേറെ പ്രധാനപ്പെട്ടതും ഏറ്റവും മനോഹരമായിട്ടുള്ളതുമായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. ഇവിടെ ഒരു പരേഡ് മനോഹരമാവുന്നത് നിങ്ങളുടെ ഒക്കെയും ചുവടുകൾ, നിങ്ങളുടെ ഒക്കെയും ആക്ഷൻസ് അതൊക്കെയും ഒന്നു ചേരുമ്പോഴാണ്, ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് ആ പരേഡ് ഏറ്റവും മനോഹരമായിട്ടുള്ള പരേഡായിട്ട് നമ്മൾ വിലയിരുത്തുന്നത്. ഒരുപക്ഷെ വളരെ വേഗത്തിൽ പോകാൻ നിങ്ങൾക്ക് ഒരുപക്ഷെ ഒറ്റയ്ക്ക് പോകുമ്പോൾ കഴിഞ്ഞേക്കും. പക്ഷേ ഒരുപാട് ദൂരം യാത്ര ചെയ്യുന്ന സമയത്ത് തീർച്ചയായും നമ്മുടെ കൂടെയുള്ളവരെയും കൂടി ചേർത്ത് പിടിക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു പ്രകൃതി തത്വം കൂടി നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി കഴിയേണ്ടതുണ്ട്. ആ രീതിയിൽ ഏറെ ഉത്തരവാദിത്ത ബോധമുള്ള പൗരന്മാരായി തീരാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ. നിങ്ങളുടെ ആഗ്രഹം പോലെ ഏറ്റവും മികച്ച രീതിയിലേക്ക്, നിങ്ങളുടെ ആഗ്രഹങ്ങളിലൂടെയുള്ള രീതിയിലേക്കുള്ള ഒരു മികച്ച രീതിയിലേക്കുള്ള ഒരു ഭാവി ജീവിതം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സെക്കൻഡ് ഇൻ കമാൻഡറായ കുമാരി
നമ്പർ പ്ലാറ്റ്ഫോമിന്റെ കുമാരി അധ്യത മനോജിനെ ശ്രീ നിതിൻ രാജ് പി IPS അവരുടെ നിന്നും ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ കുമാരി ശ്രീദേവ എസ് നമ്പ്യാരെ ശ്രീ നിതിൻ രാജ് പി IPS അവരുടെ നിന്നും ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. ശ്രീ നിതിൻ രാജ് പി IPS അവരുടെ നിന്നും ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. ആറാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ കുമാരി ദക്ഷ പെർമിഷനെ തലശ്ശേരി ശ്രീ കിരൺ PB IPS അവരിൽ ഉപഹാരം സ്വീകരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ഏഴാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ക്ഷണിക്കുന്നു. എട്ടാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ കുമാരി ശിവജയെ തലശ്ശേരി SP ശ്രീ കിരൺ PB IPS അവരുടെ നിന്നും ഉപഹാരം സ്വീകരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ഒൻപതാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ മാസ്റ്റർ RM ദർശനം ശ്രീ നിതിൻ രാജ് പി IPS അവരുടെ നിന്നും ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. പത്താം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ മാസ്റ്റർ ആശിമാത് CPA ശ്രീ നിതിൻ രാജ് പി IPS അവരുടെ നിന്നും ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. പതിനൊന്നാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ കുമാരി ദേവിക രാജീവിനെ തലശ്ശേരി ASP ശ്രീ കിരൺ PB IPS അവരുടെ നിന്നും ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. രാജാസ് ഹൈസ്കൂളിലെ ബാങ്ക് ടീം ലീഡർ കുമാരി ദേവസൂര്യ PK ശ്രീ നിതിൻ രാജ് പി IPS അവരുടെ നിന്നും ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. അടുത്തതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട SPC പൈനീർ കേഡറ്റ് ശ്രീ അഞ്ജു എസിന് ഉപഹാരം നൽകുന്ന ചടങ്ങാണ്. SPC പൈനീർ കേഡറ്റിന് നൽകുന്ന ഈ ഉപഹാരം നൽകുന്നതിനായി ശ്രീ നിതിൻ രാജ് പി IPS അവരുടെ അത് സ്വീകരിക്കുന്നതിനായി അഞ്ജു എസിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കണ്ണൂർ സിറ്റി സ്റ്റുഡന്റ് പോലീസ് പ്രോജക്ടിന്റെ സംയുക്ത പാസഞ്ചർ പരേഡിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് പരിശീലനം നൽകിയ റിട്ടയർഡ് വിനോദ നഗരങ്ങളിൽ ശ്രീ നിതിൻ രാജ് പി IPS ബഹുമാനപ്പെട്ട കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറിൽ നിന്നും
കോട്ടയം രാജാസ് ഹൈസ്കൂൾ കേരളത്തിൽ മികച്ച പരിശീലനം നൽകിയ ഡ്രിൽ ഇൻസ്ട്രക്ടർ ശ്രീ ജിബിൻ ബി.എ, ശ്രീ നിതിൻ രാജ്പി IPS അവരുടെ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. തലശ്ശേരി സെന്റ് ജോസഫ്സ് ഹൈസ്കൂൾ കേരളത്തിലേക്ക് മികച്ച പരിശീലനം നൽകിയ DI ശ്രീ നിതിൻ ലാൽ MPA, തലശ്ശേരി ASP ശ്രീ കിരൺ പ്രീതി IPS അവരുടെ നിന്നും ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. തലശ്ശേരി സെന്റ് ജോസഫ്സ് ഹൈസ്കൂൾ കേരളത്തിലേക്ക് മികച്ച പരിശീലനം നൽകിയ WDI ശ്രീമതി പ്രജിഷ വിനോ, ശ്രീ നിതിൻ രാജ്പി IPS അവരുടെ നിന്നും ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. തലശ്ശേരി സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹൈസ്കൂളിലെ കേരളത്തിലേക്ക് മികച്ച പരിശീലനം നൽകിയ DI ശ്രീ ജോബിൻ കെ, ശ്രീ നിതിൻ രാജ്പി IPS അവരുടെ നിന്നും ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. വടക്കുംപാട് ഹയർ സെക്കൻഡറി സ്കൂൾ കേരളത്തിലേക്ക് മികച്ച പരിശീലനം നൽകിയ WDI ശ്രീമതി സോനെ, ശ്രീ നിതിൻ രാജ്പി IPS അവരുടെ നിന്നും ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. ഇന്നത്തെ പാസിംഗ് ഔട്ട് പരേഡിന്റെ സമാപന ചടങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്. പരേഡ് കമാൻഡർ പരേഡ് മാർച്ച് ഓഫ് ചെയ്യുന്നതിനായി വിശിഷ്ട അതിഥിയോട് ഇന്നത്തെ നമ്മുടെ ഈ ചടങ്ങിന്റെ മുഖ്യ അതിഥി ബഹുമാനപ്പെട്ട കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീ നിതിൻ രാജ്പി IPS അവർക്ക് ഉപഹാരം നൽകുന്ന ചടങ്ങാണ് അടുത്തത്. അതിനായി എല്ലാ വിദ്യാലയങ്ങളിലെയും പ്രധാന അധ്യാപകരെയും പ്രിൻസിപ്പൽമാരെയും അടുത്തതായി ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് തലശ്ശേരി ശ്രീ കിരൺ പ്രീതി IPS അവർക്ക് ഉപഹാരം നൽകുന്ന ചടങ്ങാണ്. Rejoin your platoon. ഇന്നത്തെ പാസിംഗ് ഔട്ട് പരേഡിന്റെ സമാപന ചടങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്. പരേഡ് കമാൻഡർ പരേഡ് മാർച്ച് ഓഫ് ചെയ്യുന്നതിനായി വിശിഷ്ട അതിഥിയോട് അനുവാദം ചോദിക്കുന്നു. Parade is over, sir. USA, take charge. Parade will be off by the center man. Parade, left and right.
ഞങ്ങൾ കുറേ കഷ്ടപ്പെടുത്തി സാർ പ്രാക്ടീസിന് ബാക്കി എല്ലാവരും ഏതൊക്കെ ക്ലാസ്സിലും കൂടുതലും അപ്പോൾ ഇത് നമ്മുടെ മിത്തുവശയിൽ ആക്റ്റീവായിട്ടുണ്ടോ? അല്ല, സബ് ജില്ലയിൽ കലോത്സവത്തിൽ വേണ്ടില്ല. ഞങ്ങൾ സ്റ്റാർട്ട് 2 വർഷം ആവുന്നു. പക്ഷേ ഇത് 2 വർഷത്തിൻ്റെ ഒട്ടല്ല, അതിനേക്കാളും കൂടുതൽ നന്നായിട്ടുണ്ട്. അപ്പം അടിപൊളിയാവട്ടെ.